മോഹൻ ഭാഗവത്തിൻ്റെ അമേരിക്കൻ വിസിറ്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആദ്യം ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഉണ്ടാക്കി, അത് മലയാളത്തിൽ തന്നെയാണ്, ഞാനാണ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യം ഇതിനെപ്പറ്റി വലിയ പ്രതികരണമൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മോഹൻ ഭാഗവത്തിൻ്റെ ന്യൂയോർക്ക് സന്ദർശനം, അമേരിക്ക, കാനഡ, ബ്രിട്ടൻ സന്ദർശനം, അമേരിക്കയിൽ പ്രത്യേകിച്ച് പറഞ്ഞു, അവിടെ പ്രതിഷേധമുണ്ടാകും ഇപ്രാവശ്യം. ആ പ്രതിഷേധം ചെറിയ പ്രതിഷേധമായിരിക്കുകയില്ല, അത് വളരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 29-ാം തീയതി നടക്കുന്ന ഈ പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യം ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു യൂട്യൂബർ അല്ല, ഞാനൊരു പ്രൊഫഷണൽ ജേർണലിസ്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്മെല്ല് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. കാരണം ഇന്ത്യയിലുണ്ടാകുന്ന ഇതേപോലെ ക്രിസ്ത്യൻ അറ്റാക്ക്, മുസ്ലിം അറ്റാക്ക്, ഇത് ചെറിയ ഇഷ്യൂ അല്ല ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ. അതായത് ഇന്ത്യ ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി, അതിൻ്റെ പേരൻ്റ് സംഘടനയായ RSS, അവരുടെ മറ്റു സംഘടനകളായ ബജറാങ് ദൾ, VHP, ഹനുമാൻ സേന, ആ സേന, ഈ സേന എന്നൊക്കെ പറയുന്നവർ അങ്ങ് താണ്ഡവമാടുകയാണ്. ഇവരുടെ ധാരണ ഇത് ഇന്ത്യക്കകത്ത് മാത്രമേ സംഭവം ഉള്ളൂ, നിൽക്കുകയുള്ളൂ, ഇത് ഗ്ലോബലായിട്ടൊന്നും പോകത്തില്ല, മോദി ഭയങ്കര സംഭവമാണ്. അതിനെയാണ് ഞാൻ കുറച്ച് നാളുകൊണ്ട്, അതായത് എൻ്റെ മലയാളം മീഡിയ ഇന്ത്യയിൽ ഇത്ര പേരെ മലയാളം സംസാരിക്കുന്നുള്ളൂ, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ചെറിയ വീഡിയോ ആണ്, ഞാൻ ഈ പറയുന്ന മഹാനായ യൂട്യൂബറൊന്നുമല്ല. അപ്പോൾ എന്തുവാണ് ഉണ്ടായത്? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അമേരിക്കയിലുള്ള ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് RSSുമായിട്ട് ലിങ്കും BJPയുമായിട്ട് മോദിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സംഘടനകളിലെ നോർത്ത് ഇന്ത്യൻസ് അവരെന്നെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതായത് മോഹൻ ഭാഗവത്തിൻ്റെ ഈ വിസിറ്റിനെ പോസിറ്റീവായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണം മലയാളത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യയിലുള്ള ചാനലല്ലേ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചെയ്യുന്നു, ഞാനെന്തിനാണ് മലയാളത്തിൽ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ചെയ്യണം, ഈ മലയാളികളായ ക്രിസ്ത്യാനികൾ അമേരിക്ക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് സംഭവം പിടികിട്ടി, മലയാളികളായ ക്രിസ്ത്യൻസ് അമേരിക്കയിൽ ഈ പറയുന്ന പ്രതിഷേധത്തിൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. യാഥാർത്ഥ്യമാണത്. അത് കേരളത്തിലെ ചങ്കപരിവാരക്കാരൻ മനസ്സിലാക്കുക. അവിടെയുള്ള ഹിന്ദുക്കൾക്കും പ്രശ്നമായത്. ഇത് ചെറിയ ഇഷ്യൂ അല്ല. നിങ്ങളിവിടെ കൈകൊട്ടി ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അങ്ങനൊന്നും ഇത് പോകത്തൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാ ഇഷ്യൂവും കൂടെ ഒരുമിച്ച് അങ്ങ് വരികയാണ്. മുസ്ലിമിനെ അടിച്ച ഇഷ്യൂ, ബീഫിൻ്റെ കീഴിലുള്ള ഇഷ്യൂ, പള്ളികൾ ബുൾഡോസർ വെച്ച് അടിച്ച് തകർക്കുന്ന ഇഷ്യൂ. ന്യൂയോർക്കിൽ ശരിക്കും വലിയ പ്രതിഷേധം ഉണ്ടാവണം. 10-40ഓളം സംഘടനകൾ. അതായത് RSSൻ്റെ ചരിത്രത്തിൽ ഇതേപോലെ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം എന്തുവാ സംഭവം? അതായത് ന്യൂയോർക്ക് സിറ്റി, അതായത് ന്യൂയോർക്ക് സ്റ്റേറ്റ്, ന്യൂയോർക്കിൻ്റെ മേയറാണ്, സിറ്റി മേയറാണ് ഈ പറയുന്ന സൊഹറൻ മമദാനി. അയാൾ ബേസിക്കലി ഗുജറാത്തുകാരനാണ്. അമ്മയെന്ന് പറയുന്ന മൂവി ഡയറക്ടർ, അവർ ഹിന്ദുവാണ്, ഹസ്ബൻഡ് മുസ്ലിമാണ്. സൊഹറൻ മമദാനിയുടെ കാലെ പിടിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ് അവിടെയുള്ള ഹിന്ദു സംഘടനകൾ. കാരണം ഇത് നടക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ മാഡിസൺ സ്ക്വയറിലാണ്. അവിടുത്തെ പോലീസിൻ്റെ ഉത്തരവാദിത്വം, പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റി മേയറിൻ്റെ അടിയിലാണ്. ഈ സൊഹറൻ മമദാനിയാണ് അവിടെ സെക്യൂരിറ്റി കൊടുക്കേണ്ടത്. പെട്ടോ ഇതല്ലേ പറഞ്ഞുള്ളൂ, ഈ അഹങ്കരിക്കരുത്, മറ്റുള്ളവൻ്റെ തോളെ കയറി നിന്ന് അഹങ്കരിക്കരുത്, അവനെ ബുൾഡോസ് ചെയ്യാൻ നശിപ്പിക്കരുത്. ഒരു ചെറിയ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന എനിക്കിത്രമാത്രം സ്വാധീനം അവിടെ ചെലുത്താൻ സാധിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അതായത് കണ്ടൻ്റാണ് മാറ്റർ ചെയ്യുന്നത്. കാരണം സംഭവം സത്യമാണ്. ഇവിടെ എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് അടിച്ച് പൊളിച്ചത്, എത്രയോ പാസ്റ്റർമാരെ ഈ പറയുന്ന പോലീസും BJPയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല ഏജൻസികൾ പിടിച്ചകത്തിട്ടു. എത്രയോ കാത്തലിക്സ് പള്ളികളാണ് അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പേരൻറ് സംഘടനയായ RSSൻ്റെ ചീഫിന് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ പ്രസംഗിക്കാൻ പോലീസിൻ്റെ വലിയ സഹായം വേണം. അതായത് ഈ പറയുന്ന മുസ്ലിമായ സൊഹറൻ മമദാനിയുടെ കാലെ പിടിക്കുകയാണ്.
അതേപോലെ ഞാൻ അറിയാൻ സാധിച്ചത്, അപ്പോൾ പല ആൾക്കാരും എനിക്ക് കണക്ഷൻ ഉണ്ട്. ഏതായാലും ഈ ഒക്ടോബറിൽ ഞാൻ അമേരിക്കയിൽ പോവാണ് 15 ദിവസത്തെ പരിപാടിക്ക്. ആ വിസിറ്റിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. പല ആൾക്കാർ അത് മനസ്സിലാക്കുക, അവർ തന്നെയാണ് ടിക്കറ്റും അക്കോമഡേഷനും ഒക്കെ തന്നിരിക്കുന്നത്. അവിടുത്തെ സംഘടനകൾ, നോർത്ത് ഇന്ത്യൻ സംഘടനകളാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലുള്ള മൈനോറിറ്റി അറ്റാക്കാണ് വിഷയം. അതായത് ഒരു മലയാളം ഇതിനകത്ത് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി എന്താ റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്ക ഭരിക്കുന്ന പാർട്ടിയാണ്, ട്രംപിൻ്റെ പാർട്ടിയാണ്. അതിനകത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ഹിന്ദു ഗ്രൂപ്പുണ്ട്. അവരും ഭയന്നിരിക്കുകയാണ് ഇതെങ്ങോട്ട് പോകും. കാരണം അവിടെ വല്ലാത്ത രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. RSSനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ പ്രതിഷേധവും പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറും. ന്യൂയോർക്കിൽ ഇത്ര പേര് തടിച്ചുകൂടി, ഇത്ര പ്രശ്നമുണ്ടായി. RSSൻ്റെ മേധാവി പറയുന്ന കള്ളത്തരങ്ങളാണ്. ഇന്ത്യയിൽ മൈനോറിറ്റി അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവരുടെ സംഘടന തന്നെയാണ് ഇത് ചെയ്യുന്നത്. പാവം പിടിച്ചവരെ ബീഫിൻ്റെ പേരിലും മുസ്ലിം പള്ളിയുടെ പേരിലും വരെ പിടിച്ചകത്തിടുന്നു. അവർ വീടുകൾ തല്ലിപ്പൊളിക്കുന്നു. ഇത് നാളെ സൗദി അറേബ്യയിലോ അറേബ്യൻ രാജ്യങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ചെറിയ ഇഷ്യൂ അല്ല. ഇത് ക്രിസ്ത്യൻ അറ്റാക്ക്. ഇത് ബേസിക്കലി ഉണ്ടായതിൻ്റെ കാര്യം എന്തുവാ? അതായത് അതിൻ്റെ ബേസ് മനസ്സിലാക്കണം. അമേരിക്ക എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡോമിനേഷൻ, അതായത് അതിൻ്റെ ഫൗണ്ടേഷനുള്ള രാജ്യമാണ് അമേരിക്ക. അവരിത് വെറുതെ വിടത്തില്ല, 100% വെറുതെ വിടത്തില്ല. അവിടെ ഈ മിഡ് ടൈം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന മോഹൻ ഭാഗവത്തിൻ്റെ വിസിറ്റ് ഉൾപ്പെടെ ക്യാൻസൽ ചെയ്തേനെ. കാരണം അവർക്ക് എല്ലാവരുടെയും വോട്ട് വേണം. ഡെമോക്രാറ്റ്സിനും വോട്ട് വേണം, റിപ്പബ്ലിക്കൻസിനും വോട്ട് വേണം. ഈ പറയുന്ന സൊഹ്റൻ മമദാനി എന്ന് പറയുന്നത് ഡെമോക്രാറ്റാണ്. അപ്പുറത്തെ ട്രംപ് ആണെങ്കിൽ റിപ്പബ്ലിക്കനാണ്. അതാണ് തമാശ എന്ന് പറയുന്നത്. രണ്ട് കൂട്ടരെ എതിർക്കുന്നു. അപ്പം അവിടെയുള്ള ഇന്ത്യൻ ഹിന്ദുസ്, അതായത് ഇന്ത്യൻ റിലീജിയൻ, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഞാൻ ഇന്ത്യയെ മോശമാക്കുകയല്ല, പക്ഷേ ഇന്ത്യയെ ടാർണിഷ് ചെയ്യുകയാണ് ഇവർ. അപ്പം അങ്ങനെ ആ രീതിയിലോട്ട് ആരാ ഇതിനെ കൊണ്ടുപോയത്? എന്തിനാണ് ഓരോ ആഴ്ചയിലും ക്രൈസ്തവ വിശ്വാസികളാണ് എന്നും പറഞ്ഞ് പിടിച്ച് ജയിലിലിടുന്നത്? എന്താണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്? വേണ്ടാത്ത നിയമങ്ങൾ, ഓരോ ദിവസവും ഓരോ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഓരോരുത്തരെയും പിടിച്ചകത്തിടുന്നു. ഇത് സിമ്പിൾ അല്ല. റിലീജിയസ് ഫ്രീഡം എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഫണ്ടമെൻ്റലാണ്. അമേരിക്കൻ റിലീജിയസ് ഫ്രീഡം, അതായത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോഹൻ ഭാഗവത്തിൻ്റെ വിസ ക്യാൻസൽ ചെയ്യണം. ഇത് മോഹൻ ഭാഗവത്തിന് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ RSSൻ്റെയും BJPയുടെയും കേന്ദ്രത്തിലെ പല മന്ത്രിമാരും ഇവരെല്ലാം വെൽ കണക്റ്റഡാണ് RSSുമായിട്ട്. അതായത് അവരുടെ പോലും വിസ കയറി ബാൻ ചെയ്ത് കളയും, റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് കളയും. അപ്പോൾ ആരെയാ ബാധിക്കുക? എല്ലാ ഇന്ത്യക്കാരനെയും ബാധിക്കുന്നു. ഇതാണ് ഞാൻ ഈ ആദ്യം മുതലേ പറയുന്നത്. ഇതേപോലെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ ഈ പ്രവർത്തിക്കുന്ന സമയത്ത് ക്രിസ്തുമസിലാണെങ്കിലും മറ്റുള്ള സംഭവങ്ങളിലാണെങ്കിലും വാളും വടിവാളും ഒക്കെ എടുത്ത് പ്രശ്നമുണ്ടാക്കി അടിയും പിടിയും കുത്തും കഴിയുമ്പോൾ അതിനൊരു തിരിച്ചടിയുണ്ട്. മോഹൻ ഭാഗവത് ജീവിതത്തിൽ ഉദ്ദേശിച്ചു. RSS, അമേരിക്കയിലുള്ള HSS, RSSൻ്റെ പോഷക സംഘടന, അവരുദ്ദേശിച്ചു ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന്. ഇവിടെയുള്ള മീഡിയ എല്ലാം കിടന്ന് വലിയ ബഹളം വെച്ചല്ലോ. FCR മാടയാണ്, കോടയാണ്, അതാണ് ഇതാണ്. എല്ലാവരും അങ്ങ് സൈലൻ്റ് ആയിപ്പോയോ? ഇനി അടുത്ത കാനഡയിലുണ്ടാകും, അത് കഴിഞ്ഞ് ബ്രിട്ടനിലുണ്ടാകും. കാരണം ഇതൊക്കെ ജനാധിപത്യ രാജ്യമാണ്. അവിടെയൊക്കെ ആൾക്കാർക്ക് പ്രതികരിക്കാൻ പറ്റും. കറുത്ത തുണിയും അതും ഇതും വല്ലാത്ത രീതിയിൽ പ്രതിഷേധം നടക്കും. ഇപ്പം ഗാന്ധിജിയുടെ ഇഷ്യൂവിലാണ് പോകുന്നത്. ഗാന്ധിജി ആര് കൊന്നു? RSS എന്നവർ ഡയറക്റ്റ് പറയുകയാണ്. അമേരിക്കയിലെ ആക്ടിവിസ്റ്റുകൾ വളരെ സ്ട്രോങ് ആണ്. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള രാജ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി, ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം. അവരെ ആർക്കും തടയാനോ പോലീസിന് പോലും തടയാൻ പറ്റത്തില്ല. ഇവിടുത്തെ പോലെയൊന്നും അല്ല സംഭവം. കാരണം ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന, കീശയിലിരിക്കുന്ന സാധനമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പോലും ഇല്ല പല സന്ദർഭങ്ങളിലും. അപ്പം അയോധ്യ അമ്പലത്തിൽ ആരാണ് മോഷണം നടത്തി അതിനെപ്പറ്റി പത്രവാർത്ത, അയാളെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. പിന്നെന്തോട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എവിടെ നടക്കുന്നത്? ഇത് ബേസിക്കലി മോദിയും BJP RSSും വിലയ്ക്ക് വാങ്ങിയതാണ് ഈ സംഭവം. ഇവർക്കത് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. കൺട്രോൾ ചെയ്യാതെ വിശ്വഗുരു ആകാൻ പോയി. അവസാനം വിശ്വഗുരുവിനേക്കാളിലും
മോശമായ രീതിയിൽ മോദിയും BJP RSS അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഡയസ്പോറ ഉള്ള രാജ്യമാണ് അമേരിക്ക. ആ ഇന്ത്യക്കാരെ പോലും ബാധിക്കുകയാണ്. വെർട്ടിക്കലായിട്ട് ഇന്ത്യക്കാരങ്ങ് തിരിയും. ഒരു ഗ്രൂപ്പ് ഹിന്ദുക്കളും മറ്റേ ആൻറ്റി ഇതായിട്ടങ്ങ് മാറും. ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു. ഇനി മോദിയുടെ ഡയസ്പോറയും മാഡിസൺ സ്ക്വയറും സ്പീച്ചും ഔഡി മോഡി ഇനിയൊക്കെ എങ്ങനെ നടക്കുമെന്ന് ആലോചിച്ചോണം. കാരണം ഈ സെപ്റ്റംബർ കഴിയുമ്പോൾ മോദി അമേരിക്കയിൽ പോകണം UN സ്പീച്ചിന്. അതായത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ പറയുന്ന പ്രോഗ്രാം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ രീതിയിൽ ഇതിനെ ആക്കിയതാരാണ്? ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ഗുണ്ടകളാണ് ഇത് ചെന്നെത്തിച്ചത്. ഈ സമയത്ത് ഇത് കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. മോദിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. സ്റ്റേറ്റുകളോട് പറയണം കൺട്രോൾ ചെയ്യാൻ. ഇത് ഒരു പരിധി വിട്ട് പോകരുതെന്ന് പറയണം. ബീഫിൻ്റെ പേരിൽ എത്ര പേരെയാണ് കൊന്നത്? ഇതൊന്നും ആൾക്കാരൊന്നും മറന്നിട്ടൊന്നുമില്ല. ഒരാളുടെ ആഹാരം അടുക്കള വരെയാണ് കയറി സംഘപരിവാറുകാരും കയറി തപ്പുന്നത്. ആഹാരം കഴിക്കുന്ന എന്തുവാണ്? ആലോചിച്ച് നോക്കിയിട്ട് ഒരു മലയാളിക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? നമ്മുടെ അടുക്കളയിൽ അടുത്തുള്ളവൻ സംശയം വന്ന് നോക്കുവാണ്, ഞാൻ കഴിക്കുന്ന ആഹാരം എന്താണെന്ന്, ഞാൻ ഇടുന്ന വസ്ത്രം എന്താണ്, ഞാൻ ഏത് ദേവാലയത്തിലാണ് പോകുന്നത്, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിനൊക്കെ ഒരു അറുതിയുണ്ട്. അപ്പം അത് തന്നെയാണ് ന്യൂയോർക്കിൽ നടക്കുന്നത്. അപ്പോൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഇഷ്ടംപോലെ മലയാളികൾ പുറകിൽ നിന്ന് സായിപ്പന്മാരെ ഇങ്ങനെ കയറ്റിവിടുന്നുണ്ട്. അതിലോട്ട് ഈ കാര്യങ്ങൾ എത്തിച്ചു. മലയാളികൾ എല്ലായിടത്തും മലയാളികൾ തന്നെ. പ്രതിഷേധം നടത്താൻ അവൻ ലോകത്തെവിടെയും പുറകിൽ പോവുകയൊന്നുമില്ല. അതവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് തന്നെയാണ് ന്യൂയോർക്കിൽ നടക്കുന്നത്.